ഹലോ ഗൈസ്, എല്ലാവർക്കും റേറ്റർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ വന്നിട്ടുള്ളത് മിനിയാന്ന് കിട്ടിയ കഫു റൊണാൾഡീനോടെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ടാണ്. കളി സ്റ്റാർട്ടായപ്പോൾ തന്നെ നമ്മളെ ഡെംബ്രീസ് കണ്ട കട്ട ഫോമിലാണ് ചങ്ങായി. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയ ആയിരിക്കും. അങ്ങനത്തെ ഫോമിൽ നിൽക്കുന്ന പ്ലെയർ ഇപ്പോൾ ഫുൾ ചാർജ്. ഒപ്പോൻ്റെ സ്കോഡ് അത്യാവശ്യം നല്ല സ്കോഡാണ്. റൊണാൾഡീനെ ഫസ്റ്റ് കളിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഇട്ട്, കാരണം അത്രയ്ക്ക് ഇഷ്ടമായി. എന്ത് ഡിഫെൻഡിങ് ആണെന്നറിയോ. അങ്ങനെ ഇപ്പോൾ റാങ്ക് പുഷ് ചെയ്യലൊന്നുമില്ല. എന്തായാലും മാച്ച് സ്റ്റാർട്ടായിട്ട് നിങ്ങൾ കാണിക്കുക. എന്തായാലും മാച്ച് സ്റ്റാർട്ടായിട്ട് നമ്മളെ ഫസ്റ്റ് ടച്ചാണ്. ലംബാർഡ് ലാഗ് ഉണ്ട്, കുഴപ്പമില്ല. നമ്മളെന്തായാലും റൊണാൾഡീനെ കൊണ്ടൊന്ന് അടുപ്പിച്ചിരിക്കും, എൻ്റെ വാക്കാണ്. റൊണാൾഡീനോ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. നെയ്മർ കിട്ടിയില്ല. കാർലോസ് കിട്ടിയപ്പോൾ ഇതുവരെ എനിക്ക് ഒരു പരാതിയില്ലാത്ത പ്ലെയറാണ് കാർലോസ്. ഇപ്പോൾ എത്ര ലപ്പിക്കിട്ടാലും കാര്യമില്ല. കാർലോസ് കഫു എടുത്ത കഫു കാർലോസ് ജസ്റ്റ് കോമ്പോ നല്ല ബോള്. ഇതാണ് നെയ്മർ, അതടിച്ചിരിക്കണം. ഓക്കെ, 1-0 നമ്മളടിച്ച്. നെയ്മർ ഇതാണ് സുഖമായി കളിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെ പാസിനൊക്കെ ക്വാളിറ്റി, അവൻ്റെ പ്ലെയർ സ്റ്റൈൽ അനുസരിച്ചുള്ള പൊസിഷനാണ് IMF. എന്തായാലും 1-0. പക്ഷേ ലെഫ്റ്റിങ്ങിൽ കളിക്കുന്ന സുഖം ഉണ്ടല്ല, കിട്ടൂല. ചെങ്ങായി ലെഫ്റ്റിങ്ങിൽ എത്ര ഗോൾ അടിച്ചെന്ന് അറിയാം. റൊണാൾഡീനോ നല്ല കൺട്രോള്. അയ്യോ കുഴപ്പമില്ല. റൊണാൾഡീനോ എൻ്റെ പൊന്നോ, ഇതാണ് ഞാൻ പറഞ്ഞത് ചെങ്ങായിനെ കുറിച്ചിട്ട്. കളിപ്പിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട്. ഞാൻ വിചാരിച്ചു പുതിയായി കിട്ടിയല്ലേ അതിന് കുറവൊക്കെ ഉണ്ടാവും. അതിന് കുറവുണ്ടാവും, ഒരു 2 ആഴ്ച കഴിയട്ടെ, കൊണാമി ഉണ്ടാക്കി തരും. എല്ലാ കാർഡും അങ്ങനെ തന്നെയാണ്. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നിയുള്ളത് എനിക്കിപ്പോൾ നെയ്മറിൻ്റെ കാർഡ് മാത്രമേ ഉള്ളൂ. റൗള് ബ്ലിസ്കിളിക്ക് അങ്ങനെ ഒരു ബ്ലിസ്കിളിക്കിളിക്കിളി അതും വന്നിട്ടുണ്ട്. 3-0. ഇപ്പം തന്നെ കളി നിർത്തിപ്പോകുന്നൊക്കെ തോന്നുന്നു ചെങ്ങായി. എന്തായാലും ഒരു മാച്ച് മതി, അല്ലെങ്കിൽ തന്നെ ലൈറ്റ് ആയിട്ടുണ്ട്. പൊട്ടൻ എന്താണ് കാട്ടിയവിടെ. പാസ് എടുത്ത് നോക്കട്ടെ, ഓഫായി. കുഴപ്പമില്ല, അടിക്കാൻ മതിയായിരുന്നു. സൈഡിൽ സ്ഥലം ഉണ്ടായിരുന്നു. എന്തായാലും ഓഫ് ഓൺ എടുത്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ കൊണ്ടാണെങ്കിൽ ബോള് ചെങ്ങായി അഡ്വാൻസ് ഇട്ട് കളിക്കുന്നു. ബോള് പോയി. മക്കാലിസ്റ്റർ അയ്യവ. ഞാനിഞ്ഞ് പ്രാക്ടീസ് ചെയ്യും ഗൈസ്, നിങ്ങൾ എഴുതി വെച്ചോ. ലംബാർഡ് റൗള് ബോളുണ്ടായി കളഞ്ഞവൻ. ബോള് തിരിച്ചെടുത്ത് ലംബാർഡ് നല്ല ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പവർ അടിച്ചൊക്കെ വിട്ടു. അയ്യോ പവർ പറഞ്ഞു. ബോൾ പോയി. ചെല്ലിന് റൗള് ഇതെന്തായാലും പൊളിച്ചോക്കാം. ഈ കളിക്കുമ്പോഴത്തേനും ബോൾ എടുത്ത് ഡിസ്കുകൾ അടിക്കാൻ നോക്കിയിട്ടുണ്ട്. ശവ എൻ്റെ അറ്റാക്ക് ക്യാപ്പു. ഞാൻ വല്ലാണ്ട് എക്സ്പ്രഷൻ ഒന്നും ഇടുന്നില്ല, കാര്യം കിട്ടിയാൽ കുറച്ച് ദിവസം പൊലിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊലിവൊക്കെ മാറും. എല്ലാ കാർഡും അങ്ങനെ തന്നെ ആയിരുന്നു. എന്തായാലും ഇവിടുന്ന് എന്തായാലും അടിച്ചിട്ടുണ്ട്. അത് ടാർഗറ്റ് പോയത് തന്നെ ഭാഗ്യം. റൗള് എന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് ആണ്. സത്യമായിട്ട് കിട്ടിയപ്പോൾ തീട്ടം കാർഡായിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ചെങ്ങായിയുടെ ഫോം കൊണ്ട് വന്ന് ഇനി അടിക്കണമൊക്കെ കിണ്ണടി. ബ്ലിസ്കുകളൊക്കെ സുഖമായി അടിക്കാൻ പറ്റും. ഫേക്ക് ഇട്ടിട്ട് ലോ സ്ക്രീം അടിക്കാൻ നോക്കിയാണ്, കയറിയില്ല. ഒരുപാട് സീൻ കാർഡാണ്. അപ്പോൾ എനിക്ക് എവിടെ ഇറക്കാനെന്ന് വിചാരിച്ച് ആലോചിച്ചിരിക്കുകയാണ്. മിഡിൽ നിന്ന് മാറ്റേണ്ടി, കാരണം ഡിഫെൻസീവിൽ റൈറ്റ് കാർഡിന് സപ്പോർട്ട് ഇപ്പോൾ കിട്ടാനില്ല. കയറി അത്രേ ഉള്ളൂ. കാരണം റൗൾ അടിച്ചാൽ കയറും എനിക്ക് 100% ഉറപ്പാണ്. എന്തായാലും നാളെ ചങ്ങായി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇറങ്ങിപ്പോയതല്ല, ഞാൻ അവനെ ഒഴിവാക്കിയതാണ്. അവന് പോയോന്ന് അറിയില്ല, റേഞ്ച് പോയതാണോന്നും അറിയില്ല. അവൻ്റെ കിടന്ന് കുറേ നേരമൊക്കെ ഇറങ്ങണ്, ഒരു വിവരമല്ല.
ഈ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇറങ്ങിപ്പോവും, അവരുടെ കാര്യം. ജയിച്ച് അവൻ ഇറങ്ങിപ്പോയി. അയ്യോ, ഇങ്ങനൊരു വലിയ കഷ്ടപ്പാട് കഴിഞ്ഞ്. ഞാൻ ഇപ്പോൾ വിചാരിച്ച ഡിവിഷൻ ഇറങ്ങി അടിക്കുക, പക്ഷെ മടിയാണ്. ഈ ഗെയിം പണ്ടത്തെ പോലെ കളിക്കാൻ തോന്നുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക. ബൈ.